പിടിക്കുമ്പോൾ നമ്മൾ കുപ്പിയിലൊന്നും കയറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഒരു വീവയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറുതേനീച്ചനെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം വീവയിലൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് കുപ്പി കയറ്റാതെ തന്നെ നമുക്ക് ചെറുതേനീച്ചയെ നമുക്ക് ഇതുപോലെ നെറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കടിയിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാം. നമുക്ക് ഈ പെട്ടി തുറക്കാതെ തന്നെ നമുക്ക് തേനെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ കാരണം. ഇനി നമുക്ക് ഇതിന് പൈപ്പുണ്ട്. അതുപോലെ ഇതുപോലെ നമ്മൾ ഈ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ഈ കാണുന്നതിൽ നമുക്ക് കുറച്ച് മെഴുക് നമ്മൾ തൂത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ പലക ഭാഗങ്ങളിലും കുറച്ച് മെഴുക് നമ്മൾ തൂത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഈ പെട്ടി ഒന്ന് സെറ്റ് ആകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പെട്ടി സെറ്റായി കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കത് ഇളകി കളിക്കും. പിന്നെ ഇതിനകത്തൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ കട്ടയായിട്ട് നമുക്ക് എടുത്ത് ഇവിടെ വെക്കണം. അങ്ങനെ തേൻ കട്ട എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള തേനുമായി ഇത് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈപ്പിൽ കൂടെ, അതായത് ഇത് കേട്ടോ, ഇവിടെയാണ് നമ്മൾ മുട്ട കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ പൈപ്പ് കുറച്ച് താഴോട്ട് താത്തു വെക്കും. അതിന് ശേഷം നമ്മൾ ഇതിന്റെ മുകളിലാണ് ഈ പൈപ്പ് വെക്കുന്നത്. ഇവിടെ 2 പലകയുണ്ട്, കാണിക്കാം. 2 പൊത്ത് ഇവിടെ ഈ 2 പൊത്തും ഒരുമിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. കുറച്ച് പൊങ്ങി നിർത്തിയാൽ മതി. അതിനുശേഷം നമ്മളിത് താത്തി വെക്കുന്നു. നമ്മൾ ഇതിൻ്റെ മുകളിലാണ് തേൻ തട്ടിന് വേണ്ടി വെക്കുന്നത്. ഇങ്ങനെ തേൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ 2ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ബ്രൂഡ് ചേമ്പർ അടിയിലും തേൻ തട്ട് മാറ്റിയും വെച്ചുകൊണ്ട് നമുക്ക് തേൻ എടുക്കാൻ സാധിക്കും. അതാണ് രീതി. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് പൊത്തൊന്ന് അടയ്ക്കുകയും ചെയ്യണം. അങ്ങനെ പൊത്ത് അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈച്ച ചാടാതിരിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ സെറ്റ് വിരിക്കുമ്പോൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമുക്ക് മാറ്റി സെറ്റ് വിരിക്കാൻ പറ്റും. ഈ പലകളിലായിരിക്കും നമ്മൾ സാധാരണയായിട്ട് തേൻ ഇരിക്കുന്നത്. അതുപോലെ മറ്റേ പലകയിൽ മുട്ടയുണ്ടാവും. അപ്പോൾ നമുക്ക് തേൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പലകയിൽ തേൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് തുടച്ച് നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പലകൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് വിരിക്കാനും സാധിക്കും. പലകെടുത്ത് ഇതിനടച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് വിരിക്കാൻ കഴിയും. അപ്പോൾ റാണിമുട്ട ഉണ്ടോ എന്ന് നോക്കുക. റാണിയെ നോക്കിക്കഴിഞ്ഞാൽ ഏത് പെട്ടിക്കകത്താണോ ആ പെട്ടിക്കകത്ത് റാണിയെ നിലനിർത്തുന്നു. റാണിമുട്ടയുള്ള ഇപ്പുറത്തോട്ട് മാറ്റുന്നു. നമുക്ക് ഇങ്ങനെ മാത്രമല്ല നമുക്ക് കെണിക്കൂട് വെക്കുന്ന സമയത്തും നമുക്കിത് വിജയിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത തേൻ്റെ അംശവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കെണിക്കൂട് വെക്കുന്ന സമയത്ത് നമുക്കിത് വെക്കും. ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇവിടെ ഇത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ വാതിൽ നമ്മൾ അടയ്ക്കുന്നു. അടച്ച ശേഷം നമ്മൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം തേന് താഴെ നിന്ന് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നിന്ന് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ ഈച്ചയുടെ ഈ മുകളിലത്തെ എൻട്രൻസ് വാതിൽ തുറക്കുകയും അതിനെ ഈച്ചയുടെ കിടത്തി വിടും. അപ്പോൾ ഈച്ച മുകളിൽ കൂടെ കയറി താഴോട്ട് പോകും. താഴെ അവരുടെ തേൻ തൊട്ട് എപ്പോഴും സുരക്ഷിതമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ തേൻ പൊട്ടിയടിക്കുന്നില്ല. അവർക്ക് ആവശ്യമുള്ള തേൻ കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുക്കുന്ന തേൻ ഒരു തേൻ തട്ടാക്കി മാറ്റുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കൂട് തുറന്നിരിക്കുകയാണ്. നിറയെ തേനും കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് കൂട് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഇതിനകത്തൂടെ ഒരു റാണി ഓടി നടക്കുന്നത് കാണാം. ഇപ്പോൾ ഞാൻ ഈ കമ്പി കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ് റാണി. അപ്പോൾ ഈ റാണി ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂട് നമുക്ക് ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ കൂടിൻ്റെ അപ്പുറത്തെ പുറപ്പിൽ 2 റാണിമുട്ട കൂടെ കണ്ടേക്കുന്നതുകൊണ്ട് ഈ കൂട് നമുക്ക് 3 കൂടായിട്ട് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തിരിച്ചു പിടിച്ച് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ റാണിമുട്ട. ഈ വെള്ളമുട്ടയ്ക്കകത്ത് കാണുന്ന സംഭവമാണ് റാണിമുട്ട. അപ്പോൾ നമുക്ക് ഈ റാണിമുട്ടയുടെ ഭാഗം നമുക്ക് എടുത്ത് വെക്കാൻ സാധിക്കും. ഈ മുട്ടയ്ക്കകത്ത് നമുക്ക് റാണിമുട്ട ഒരെണ്ണം കൂടി ഇവിടെ ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇത് ഈ കാണുന്നതും റാണിമുട്ടയാണ്. ഇതുണ്ടോ, ഈ കാണുന്നത് റാണിമുട്ടയാണ്. ഇത് ഇപ്പോൾ എടുക്കാറായിട്ടില്ല. ഈ കാണുന്നതും റാണിമുട്ട തന്നെയാണ്. നമുക്ക് ഈ ഭാഗം പറയുന്നത് വെള്ളമുട്ടയിലാണ് നമ്മൾ എടുക്കേണ്ടത്. വെള്ളമുട്ട റാണിമുട്ട എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇത് വിരിഞ്ഞിട്ടുണ്ട്. ഇത് പെടന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ 40-44 ദിവസം ആയിട്ടുണ്ട്. ഈ ഭാഗം നമുക്കെടുത്ത് നമുക്ക് വേറൊരു കോളനി ആയിട്ട് തിരിച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് റാണി ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളനിയുടെ ഈ ഭാഗം മാത്രം നമ്മൾ വെള്ളമുട്ട കുറച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് തേൻ എടുക്കാം. തേൻ എടുക്കുമ്പോൾ നമുക്ക് ഈച്ചകളെ കൊട്ടി പതുക്കെ എടുക്കുകയും നമുക്ക് പതുക്കെ കിള്ളി ഇട്ടതിന് ശേഷം വേണം നമുക്ക് തേൻ എടുക്കാൻ. അല്ലെങ്കിൽ സൈഡ് ഭാഗം തിരിക്കുന്ന ഈച്ചകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ തേൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ എടുക്കണം. ഫെബ്രുവരി മാസത്തിൽ നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന കാലം, അതായത് മഴക്കാലങ്ങളെ നമുക്കത് അതിജീവിക്കും. അപ്പം ഈച്ചക്കോളിന് നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. നമുക്ക് കൂടുതൽ ഈച്ചക്കോളിന് നഷ്ടപ്പെട്ടു പോകുന്നതും റാണി ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ റാണി ഉണ്ടാകാനുള്ള സമയവും നമുക്ക് ഇത് നല്ല ഒരു തേനും പൂമ്പൊടിയും വേറെ തിരിച്ചു വെച്ചേക്കണം. കാരണം പൂമ്പൊടി നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് വെക്കുകയും തേൻ പുറകുവശത്തുമാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തേൻ എടുക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഒട്ടിക്കൊടുക്കുന്ന വെച്ചാൽ റാണി ഉണ്ട് തന്നെ ഇവിടെ മുമ്പോട്ട് വന്ന റാണി ഇങ്ങോട്ട് പോകും. അതുപോലെ ഈച്ചകൾ പരമാവധി കുഞ്ഞീച്ചകളും പറക്കാൻ പറ്റുന്ന എല്ലാ ഈച്ചകളും പറന്നു പോകും. അപ്പോൾ നമ്മളിങ്ങനെ
കൊട്ടിക്കൊടുക്കണം. കൊട്ടിക്കൊണ്ടിരിക്കാതെ പതുക്കെ പതുക്കെ കൊട്ടിക്കൊടുക്കണം, എന്നാൽ ഈച്ചകൾ ഇറങ്ങി വരും. എടുക്കുന്നതുകൊണ്ട് ഇനി വരുന്ന കാലത്ത് തേന് ഉപയോഗിച്ച് അവരുടെ മഴക്കാലം രക്ഷപ്പെടും. അതുപോലെ നമ്മളിങ്ങനെ സെന്റർ ഇങ്ങനെ കിള്ളി കൊടുക്കുക. ഈ സെന്റർ കിള്ളി കൊടുക്കുക വെച്ചാൽ ഈച്ചക്കുഞ്ഞുങ്ങൾ ആദ്യം നമ്മൾ സെന്ററിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവർ പുറകോട്ട് പോകും. ഇങ്ങനെ സെന്റർ ഇങ്ങനെ കിള്ളി കൊടുക്കണം. അപ്പോൾ നമുക്ക് സെന്റർ കിള്ളി കൊടുത്തിട്ട് ഇതുണ്ടോ ഇതുപോലെ പതുക്കെ കേട്ടോ തേ മാത്രം വരും. ഈച്ച ചാടത്തില്ല. സെന്ററിൽ നമ്മളിങ്ങനെ പൊട്ടിച്ച് വേണം കൊടുക്കാൻ. ഈ വശം നമ്മൾ ആദ്യം ചെത്തരുത്. പലരും ഇങ്ങനെ ചെത്തുന്നതാണ്. അപ്പൊ ചെത്തുമ്പോൾ ഈ സൈഡ് വശത്ത് ഈച്ചകൾ ഉണ്ടാവും. ഈ ഈച്ചകൾ നമ്മളിങ്ങനെ കൊട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോകും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പൊട്ടിച്ച് ഇവിടെ ചെത്തി അങ്ങോട്ട് ഇടുവാണെങ്കിൽ ആ ഈച്ചകൾ മുഴുവൻ ഇതിനകത്തോട്ട് വീണ് കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുണ്ടോ നടുക്കുവശത്ത് നിന്ന് ഇങ്ങനെ പതുക്കെ കിള്ളി കൊടുത്ത് വേണം തേടയ്ക്കാൻ. ഇതിനകത്തോട്ട് അപ്പം ഒട്ടും ഒന്നും വീഴത്തില്ല. അപ്പൊ ഈച്ചകളെല്ലാം പറന്നു പോക്കുള്ളൂ. നമ്മൾ നടുക്കൂന്ന് മാത്രം ഇങ്ങനെ ചിരണ്ടി എടുക്കുക. കനം കുറച്ച് എടുക്കുക. ഈ സമയത്ത് ഈ ഈച്ചകൾ ഈ സൈഡിൽ പലവയിൽ കൂടെയുള്ള ഈച്ചകൾ പോകും, മാറിപ്പോക്കും. അതല്ല നമ്മൾ ആദ്യം തന്നെ കണ്ടിച്ചെല്ലാം കൂടെ അതിനകത്തോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞീച്ചകൾ മുഴുവൻ വീണ് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മെഴുക് ഇതിനകത്തുള്ള മെഴുക് ഈ ഉപയോഗിക്കുന്ന കുറച്ചേരം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മെഴുക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ മെഴുക് ഒത്തിരി ഇരിപ്പുണ്ട്. ഇത് ഇളക്കിയെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ചെത്തി ഇതുപോലെ എടുത്തു കാണും. ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തേക്കുന്ന സംഭവം ഇതിനകത്ത് ഇരിക്കുക. ഈ മെഴുക് എടുത്തില്ലെങ്കിൽ എന്നാ കുഴപ്പം? മെഴുക് എടുത്തില്ല നമ്മൾ ഇട പറഞ്ഞു മെഴുകേ ഇങ്ങനെ നമ്മൾ എടുത്തില്ലെങ്കിൽ ഇട പറഞ്ഞു. പിന്നെ നമുക്ക് ക്യാപ്പ് കിട്ടുകയല്ല, ചെറിയ കുട്ടിയല്ലേ. പിന്നെ ഈ സൈഡ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്കൊരു സംരക്ഷണം കിട്ടും. സൈഡ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഊരി വീഴുമ്പോൾ നമുക്ക് തുടച്ചിട്ടാൽ മതി. ഈച്ചക്കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്താതെ എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് പറന്ന് വീഴുന്ന ഈച്ചകൾ പുറമേ നിന്നുണ്ടാവും. അത് എന്തായാലും വീഴാതിരിക്കത്തില്ല. പുറമേന്ന് പറഞ്ഞ ഈച്ചകൾ പറന്ന് വീഴുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്ത ഇതുകൂടെ തേടുക്കാം. അപ്പോൾ റാണി ഇവിടെയാണ്, അവിടെ ഇരുന്നോളൂ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഇതിനകത്ത് റാണി മുട്ട ഉള്ളതുമാണ്. നമുക്ക് ഇതും അങ്ങനെ തന്നെ കൊട്ടണം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് കൊട്ടിക്കൊടുക്കണം. ഇല്ല എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് കുഞ്ഞീച്ചകളെല്ലാം പാർക്കാൻ വേണ്ടി ഇങ്ങനെ കൊട്ടിക്കൊടുക്കണം. നമുക്ക് ഈച്ചകളെല്ലാം പാർക്കുന്നുണ്ട്. സെന്റർ വരിക. ഈ സെന്ററിൽ കൂടെ സെന്റർ വരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ സെന്റർ വരഞ്ഞു. നിങ്ങൾക്ക് പരീക്ഷിക്കാം. നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. തേനെടുക്കുക, ഇതുപോലെ ഞാൻ പറയുന്ന പോലെ രീതി തേനെടുക്കുക. തേനെടുത്തിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ഈച്ച നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കമന്റ് പറയാവുന്നതാണ്. പുറമേ നിന്ന് ചാടുന്ന ഈച്ചകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും, അത് യാതൊരു രക്ഷയും. ഇതുപോലെ നടുക്കൂന്ന് മാത്രം നമ്മൾ ഇങ്ങനെ പതുക്കെ കിള്ളിത്തേനെടുക്കും. ഒന്ന് സെറ്റ് വിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പം അതിനുവേണ്ടി ഞാനിത് ഇവിടെ വെക്കുക, തക്കാലം ഇവിടെ വെക്കുകയാണ്. ഇനി ഞാൻ സെറ്റ് വിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതുണ്ടോ, ഇവിടെ ഒരു പൂമ്പടിയുണ്ട്. നമുക്ക് ഇതിന്റെ ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വെക്കാം. ഈ പൂമ്പടി ഇവിടെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വെക്കുന്നു. ബാക്ക് വെച്ചാൽ മതി, ഫ്രണ്ട് വെച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ഞാൻ ഫ്രണ്ടിലാണ് വെക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മണവും കാര്യങ്ങളും അടിക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് തേന് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ തേൻ കുറച്ച് മതി. ഇതാ ഈ പാത്രത്തിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു. കുറച്ച് തേൻ എടുത്ത് വെക്കുന്നു. ചെറിയ പാത്രം മതി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്നും നമുക്ക് ഇതിനകത്തെ റാണിവട്ട നമുക്ക് ഇളക്കി മാറ്റണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ റാണിവട്ട ഇളക്കി മാറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് അല്പം ഇത് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നും നമുക്ക് കുറച്ച് ഫ്രഷ് മുട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് റാണി കയറി വരുന്നതുകൊണ്ട് നോക്കണം. നമ്മൾ ഈ പെട്ടിക്കകത്താണ് റാണി ഇരിക്കുന്നത്. അവിടെ റാണി ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയ ശേഷം നമ്മൾ മുറിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇതിട്ട് പൊക്കിയെടുക്കാം.
കണ്ടോ, ഇങ്ങനെ പൊക്കിയെടുക്കണം. ഇത് പൊക്കിയെടുത്തതിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം, ഈ ഭാഗത്തായിട്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റാണിവട്ട സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അവിടെ വെക്കുന്നു. ഇനി നമുക്കിതാ ഇവിടെയാണ് റാണിവട്ട സൂം ചെയ്ത്. നമ്മൾ നേരത്തെ ഇവിടെ 2 റാണിവട്ടം ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഒരു റാണിവട്ടം ഇവിടെ 2 റാണിവട്ടം ഇപ്പോൾ കാണാം. സാധിക്കുക, ഇവിടെ 2 എണ്ണം ഉണ്ട്. അതിൽ ഒരു റാണിവട്ടം ഇതിൻ്റെ ഈ ഭാഗം കൂട്ടി ഇളക്കിയെടുക്കുന്നു. റാണിവട്ടം എടുക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കണം, 2 എണ്ണം ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി പണിയുണ്ട്. ഈ റാണിവട്ടം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു റാണിവട്ടയും കൂടെ നമുക്ക് കാണുന്നുണ്ട്. ഇതാ, അപ്പോൾ ഈ പെട്ടീനെ നമുക്ക് ഇപ്പം ഒന്നുകൂടെ നമുക്ക് സെറ്റ് വിരിച്ച് വെക്കാൻ പോവാണ്. ഇപ്പോൾ റാണിവട്ടം ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 3ആയിട്ട് സെറ്റ് വിരിക്കാം. ഇതൊരെണ്ണമായി, ഇതൊരെണ്ണം, ഇവിടെ റാണിവട്ടം ഒരെണ്ണം കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ റാണിവട്ടം ഇതാ ഇവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ റാണിവട്ടം ഉണ്ട്. വേറെ റാണിവട്ടം ഒന്നും ഇവിടെ കിളി നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ ഇല്ല. നേരത്തെ ഇവിടെ നിന്ന് റാണിവട്ടം വേറെ കാണാത്തതുകൊണ്ട് ഇവിടെ ഈ റാണിവട്ടം ഉള്ളതുകൊണ്ടും നമ്മൾ ഇതിനെ 3ആയിട്ട് സെറ്റ് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന സംഭവം നമ്മൾ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇതിന്റെ മുകളിൽ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഇത് മുന്നോടിയായിട്ട് കുറച്ച് ഈ പലകയിൽ നമുക്ക് കുറച്ച് ഒന്ന് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് മെഴുക് തേക്കണം. ഇതാ, ഇപ്പോൾ നമ്മൾ 3ആയിട്ടാണ് സെറ്റ് വിരിക്കുന്നത് കേട്ടോ. അതായത് നല്ലൊരു കോളനി ആയിരുന്നു. നല്ല കോളനിയാണ്, നമുക്ക് 3ആയിട്ട് സെറ്റ് വിരിക്കാം. ഇവിടെ ഇതിന് ആവശ്യത്തിന് മുട്ട വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു 10-20 ദിവസം കഴിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം റാണി സെറ്റായോ എന്ന് ഒക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഈ പൈപ്പ് ഇത് ഡബിൾ ലെയർ പെട്ടിയായിട്ട് മാറുകയാണ്. ഇത് 15-4 ബോക്സിനെ നമ്മൾ ഡബിൾ ലെയർ പെട്ടിയാക്കുകയാണ്. ഇപ്പം ഇതിന് ഒരു 2 പലക എന്തിനാണ് നിങ്ങൾ ചോദിക്കും, 2 പലക എന്തിനാണെന്ന് വെച്ചാൽ 2 പലക ആവശ്യമുണ്ട്. ഇത് 2ആയിട്ട് സെറ്റ് മാറാനും ഇവിടെ ഈ ക്വാളിറ്റി ഇപ്പം അറിയത്തില്ല, അത് തുറക്കാതെ എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ വെക്കുന്നു, പൈപ്പ് കുറച്ച് വലിച്ചു വെക്കുന്നു. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലേശം മെഴുക വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ മോൾ വശത്ത് കുറച്ച് മെഴുക് വെച്ച് മെഴുകിന്റെ ഇവിടെ കൊണ്ട് കിടപ്പുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഇതുപോലെ മെഴുക് ശുദ്ധി ചെയ്ത് വെക്കണം ഫ്രിഡ്ജിനകത്ത് കേട്ടോ, ഫ്രിഡ്ജിനകത്ത് വെക്കണം. അപ്പം നമ്മൾ ഇതിന്റെ മുകളിൽ തൽക്കാലം ഒന്ന് പരത്തി അടച്ചു വെക്കുക, കാരണം അതിനകത്ത് ഉറുമ്പും കാര്യങ്ങളൊന്നും കയറണം. ഇനിയും നമ്മൾ ചെയ്യുന്നത് ഇതെടുത്തിട്ട് നമ്മളിവിടെ കമത്തി അവിടെ അടച്ചു വെക്കണം. അപ്പോൾ വേണം എങ്കിൽ നമുക്ക് ഇവിടെ ഇതിന് ഒന്ന് പലകയിൽ അല്പം മെഴുക് തൂത്ത് കൊടുക്കുന്നത് ഇത് ഉറച്ചു കിട്ടാൻ വേണ്ടി നല്ലതാണ്. അപ്പം ഈ പലകയിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ കമത്തി വെക്കുന്നു. അപ്പോൾ കമത്തി വെക്കാൻ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം, 2ന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ചെയ്യണം. ഞങ്ങൾ വീഡിയോ പിടിക്കുന്ന ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ പെട്ടി 3 എണ്ണം ആക്കിയിരിക്കുകയാണ്. അപ്പം 3 എണ്ണത്തിനും ഇതുപോലെ വാതിൽ കൊടുത്തു. ഇവിടെയുള്ള വാതിൽ നമ്മൾ പറിച്ചിട്ട് എല്ലാത്തിനും ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം 3 എണ്ണത്തിലും നമ്മൾ ഇനി ഈച്ച കയറ്റാൻ പോവാണ്. 3 എണ്ണത്തിൽ ഈച്ച കയറ്റുന്ന വെച്ചാൽ 2 എണ്ണം നമ്മൾ ആദ്യം എടുത്ത് വെക്കുന്നു, ഇത് ഒടുവിലേ വെക്കുന്നുള്ളൂ. ഈ പെട്ടി നമ്മൾ ഒടുവിലേ വെക്കുന്നുള്ളൂ, കാരണം പുതിയതായിട്ട് വെക്കുന്ന പെട്ടി നമ്മൾ ഒടുവിലേ വെക്കാവുള്ളൂ. അല്ലാത്ത 2 പെട്ടി നമ്മൾ അടുപ്പിച്ച് കെട്ടി തൂക്കുന്നു. ഇങ്ങനെ അടുപ്പിച്ച് കെട്ടി തൂക്കി കഴിയുമ്പോൾ 2 എണ്ണത്തിലും അതിന്റെ മാതൃകോളനി ആയതുകൊണ്ട് 2ലും ഈച്ച കയറും. അപ്പോൾ ഈച്ച കയറി കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പുതിയ കോളനി അവിടെ വെച്ചിട്ട് ബാക്കി 2 കോളനി എടുത്ത് ദൂരെയിട്ട് മാറ്റുകയും ചെയ്യും. അപ്പം നമുക്ക് ഇതാണ് നമ്മൾ ഒരു പെട്ടിനെ 3 ആക്കി. അപ്പം ഇത് ഡബിൾ ലെയർ പെട്ടിയാക്കി. ഇവിടെ തേൻ വരും. അപ്പോൾ തേൻ വരുമ്പോൾ നമുക്ക് ഇത് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും വീഡിയോ കണ്ടുപോകാതെ നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ഒന്ന് ചെയ്തു തരണം. ഓക്കെ, താങ്ക് യു.